കാസർഗോഡ് ടൌണിൽ മുസ്ലിം ലീഗ് പ്രവർത്തകരും പോലീസും തമ്മിലുണ്ടായ സംഘർഷത്തിനിടെ പോലീസ് വെടിയേറ്റ് ഒരാൾ മരിച്ചു. പ്രവർത്തകരുടെ കല്ലേറിൽ കാസർഗോഡ് എസ്.പി. രാംദാസ് പോത്തൻ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. മറ്റൊരു സംഭവത്തിൽ കറന്തക്കാട് യുവാവ് കുത്തേറ്റു മരിച്ചു. സംഭവത്തിൽ പ്രതിഷേധിച്ച് നാളെ കാസർഗോഡ് ജില്ലയിൽ UDF ഹർത്താലിന് ആഹ്വാനം ചെയ്തു. കാസർഗോഡ് മുനിസിപ്പൽ പരിധിയിൽ ജില്ലാ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ, ജനറൽ സെക്രട്ടറി P.K. കുഞ്ഞാലിക്കുട്ടി എന്നിവർക്ക് പാർട്ടി ജില്ലാ കമ്മിറ്റി നൽകിയ സ്വീകരണ ചടങ്ങിനോടനുബന്ധിച്ചാണ് സംഘർഷമുണ്ടായത്. പൊതുയോഗത്തിൽ പങ്കെടുക്കാനായി എത്തിയ പ്രവർത്തകരിൽ ഒരു വിഭാഗം മറ്റു പാർട്ടികൾക്കെതിരെയും പോലീസിനെതിരെയും പ്രകോപനപരമായി മുദ്രാവാക്യം വിളിച്ചു. നേതാക്കൾ ഇടപെട്ട് ഇവരെ അനുനയിപ്പിച്ചു. എന്നാൽ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പാർട്ടി ദേശീയ സെക്രട്ടറി MP അബ്ദുൾ സമദ് സമദാനി പ്രസംഗിക്കുന്നതിനിടെ ഒരു വിഭാഗം പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് MG റോഡിലൂടെ പ്രകടനം നടത്തി. ആമൈ കോളനിക്ക് സമീപം ഒരു വിഭാഗത്തിന്റെ കൊടിതോരണങ്ങൾ നശിപ്പിച്ച പ്രവർത്തകർ ഇവിടുത്തെ വീടുകൾക്ക് നേരെ കല്ലെറിഞ്ഞു. ഇവരെ പിരിച്ചുവിടാൻ പോലീസ് ഗ്രനേഡ് പ്രയോഗിച്ചു. പിന്തിരിഞ്ഞോടിയ പ്രവർത്തകർ ടൌണിൽ വ്യാപകമായ ആക്രമണം അഴിച്ചുവിട്ടു. കടകളും വാഹനങ്ങളും തകർത്തു. പിന്തിരിപ്പിക്കാൻ ശ്രമിച്ച പോലീസുകാർക്കെതിരെ വ്യാപകമായ ആക്രമണമുണ്ടായി. SP രാംദാസ് പോത്തൻ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. SP-ക്ക് നേരെ ആക്രമണമുണ്ടായപ്പോൾ പോലീസ് നടത്തിയ വെടിവയ്പിലാണ് മുസ്ലിം ലീഗ് പ്രവർത്തകനായ ചെറുവത്തൂർ കൈതക്കാട് സ്വദേശി മുഹമ്മദ് ഷഫീഖ് മരിച്ചത്. പിന്നീട് പോലീസ് നടത്തിയ ലാത്തിചാർജിനെ തുടർന്ന് പ്രവർത്തകർ പിൻവാങ്ങുകയായിരുന്നു. ഇതിനുശേഷം 8 മണിയോടെയാണ് കറന്തക്കാട് വെച്ച് ലീഗ് പ്രവർത്തകനായ കുമ്പള ആരിക്കാടി സ്വദേശി മുഹമ്മദ് അസ്കർ കുത്തേറ്റ് മരിച്ചത്. സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ കാസർഗോഡ് ടൌണിൽ ശക്തമായ പോലീസ് നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്.